നയൻതാര അറസ്റ്റിലേക്ക്. This program sponsored by CK Gold and Diamonds. സിനിമാ പ്രേമികളുടെ പ്രിയ നടി നയൻതാര അറസ്റ്റിലേക്ക് എന്ന വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. പുതിയ സിനിമയായ അന്നപൂർണി എന്ന സിനിമയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മലയാളിയായ ഈ നടിക്ക് ലോകം മുഴുവനും ആരാധകരാണ്. മനസ്സിനക്കരെ എന്ന മലയാള ചിത്രത്തിൽ നിന്നും തുടക്കം കുറിച്ച നയൻതാര തമിഴ്, തെലുങ്ക് പോലുള്ള പല ഭാഷകളിലും അഭിനയിച്ചിരുന്നു. നയൻതാരയുടെ പുതിയ സിനിമയായ അന്നപൂർണിയുടെ നിർമ്മാതാക്കൾക്കും സംവിധായകനും കണ്ടന്റ് ഹെഡ് മോനിക്ക ഷെക്കിലിനുമെതിരെ മധ്യപ്രദേശ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. തെന്നിന്ത്യൻ സിനിമ സൂപ്പർ ഹിറ്റ് സിനിമാ താരം ഇപ്പോൾ നിയമത്തിന്റെ കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. പ്രതികൾ ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തി ശ്രീരാമനെ അനാദരിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് പുറത്തുവരുന്നത്. സംവിധായകൻ നിലേഷ് കൃഷ്ണ, നയൻതാര, ജിതിൻ ആർ, രവീന്ദ്രൻ ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 29-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ സിനിമ കാണിച്ചിരുന്നു. 1-ാം തീയതി മുതൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടങ്ങിയിരുന്നു. കേസിനെ തുടർന്ന് OTT പ്ലാറ്റ്ഫോമിൽ നിന്നും അന്നപൂർണി എന്ന സിനിമ പിൻവലിച്ചിരിക്കുകയാണ്. സിനിമയിൽ ശ്രീരാമനെതിരെ അടിസ്ഥാന പരാമർശങ്ങൾ നടത്തിയെന്നും ക്ഷേത്ര പൂജാരിയുടെ മകളായി അഭിനയിക്കുന്ന നയൻതാര മാംസം മുറിക്കുന്ന രംഗങ്ങൾ ആ സിനിമയിൽ ഉണ്ട് എന്നും അതുകൊണ്ട് ക്ഷേത്രത്തിൽ മാംസമാകാമെന്നും കഴിക്കുന്നത് കൊണ്ട് പോലും കുഴപ്പമില്ല എന്ന രീതിയിലും ഹിജാബ് ധരിച്ചും ഇതിൽ നയൻതാര വരുന്ന രംഗങ്ങൾ അടക്കമുണ്ട് എന്ന പരാതികളുമാണ് ഉയർന്നു വരുന്നത്. ജാമ്യമില്ലാ വകുപ്പുകളിലാണ് കേസ് 7 പേർക്കുമെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.